ഹരി ഓം. ഏവർക്കും വർണ്ണാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവന്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ്. 2025 ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക. ഓക്കെ, അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് 29 ശനി രാശി മാറുന്നത്. അപ്പം അന്ന് മുതൽ 2027 6 മാസത്തില്, അതായത് ജൂൺ മാസത്തിൽ 3 വരെയാണ് ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശി മാറി ഒരു സ്ഥലത്ത് രാശിയിൽ നിൽക്കുക അല്ലെ. 2.5 വർഷത്തോളം, ചില സമയത്ത് 2.25 2.25 അങ്ങനെയൊക്കെ വരേണ്ട, 2.5 വർഷത്തോളം ഒരു രാശി തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായ സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമുക്കിപ്പോൾ ശനിദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു 50 to 20% എങ്കിലും അല്ലെങ്കിൽ 25% എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് ബാധിക്കും. കാരണം അത്രയും നാൾ നീണ്ടു നിന്നൊരു രാശിമാറ്റമാണ്. അത് മാത്രമല്ല നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും. ആദ്യമേ രാശിഫലം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാർട്ടിനും കൂടെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ഒരു വീഡിയോയുടെ എങ്കിലും കാണുക, ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാർട്ടിനെങ്കിലും കാണുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിൽക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. മേടരാശി, അശ്വതി ഫന്നി കാർത്തിക അടങ്ങുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മേടരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു രാശിമാറ്റം, ശനിയുടെ രാശിമാറ്റം നോക്കുമ്പോൾ മേടരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 12ാം ഭാവത്തിലേക്കാണ് വന്നത്. ഇത്ര നാളും 11 ശനി, അത് 12ാം ഭാവത്തിലെ 12 എന്ന് പറയുമ്പോൾ ഏഴര ശനിയാണ് അല്ലെ. 12, 1, 2 ഭാവങ്ങളിൽ വരുമാണ് ഏഴര ശനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഏഴര ശനി സമയമാണ്. ഏഴര ശനി സമയം വരും, അയ്യോ ഏഴര ശനിയാണല്ലോ എന്ന് ചിന്തിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് എത്രാമത്തെ തവണയാണ് ഈ ഏഴരശനി വരുന്നതെന്ന് നോക്കണം. ഇപ്പം ചില ആളുകൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഏഴരശനിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 26, 27 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ റൗണ്ട് ആയിരിക്കും ഏഴരശനി എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്രാമത്തെ തവണയാണ് ഏഴരശനി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രെഡിക്ഷൻസ് മനസ്സിലാക്കിയെടുക്കാൻ. സോ എന്ത് ചെയ്യുക, അതൊന്ന് ചിന്തിക്കുക കേട്ടോ. അത് തന്നെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 റൗണ്ടൊക്കെ നോക്കാം. ആദ്യത്തെ തവണയായിട്ടാണ് നമുക്ക് ഏഴരശനി വരുന്നതെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. ഏഴരശനിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷണത്തിന്റെ സമയമായിരിക്കും. 2ാമത്തെ തവണയാണ് വരുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2ാമത്തെ തവണ നമുക്ക് ഏഴരശനി, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ തവണയാണ് ഏഴരശനി വരുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നത് ശുഭച്ചെലവുകളുടെ സമയമായിരിക്കും. ശുഭച്ചെലവുകളൊക്കെ ഉണ്ടാക്കി തരുന്ന ശനിയായിരിക്കും. അത് മാത്രമല്ല 3ാമത്തെ റൗണ്ടാവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സോ ഇവിടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ 3ാമത്തെ തവണ നമുക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ആരോഗ്യം നമ്മൾ വേണ്ട വിധത്തിൽ കെയർ ചെയ്തേ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഏഴരശനി 30 വയസ്സിന് താരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മളെ റിലേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ പരീക്ഷണം ഉണ്ടാകുന്ന കാലമായിരിക്കും. ഇപ്പൊ വിദ്യാർത്ഥി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷണ സമയമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആയാലും നിങ്ങളുടെ വാക്ക് ചാതുര്യായാലും നിങ്ങളുടെ മെമ്മറി പവർ ആയാലും ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, പരീക്ഷിക്കുന്ന സമയമായിരിക്കും. സോ നിങ്ങളുടെ കുറച്ച് പ്രഷറും ടെൻഷനും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരായെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓരോ പരീക്ഷണം ഉണ്ടാവാം. നിങ്ങളെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. ശനി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാര്യം തന്നെ ഒന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ഫലമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അത് ഗുഡോ ബാഡോ ആയിട്ടോ കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊരു ലെസൺ പഠിപ്പിക്കുന്ന സമയമാണ്. സോ ഓരോ പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾ എത്രമാത്രം അതിന് ഓക്കെ ആണ് അല്ലെങ്കിൽ എത്രമാത്രം അതിന് സെറ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്ന ശനിയാണ് അല്ലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായാലും കുറച്ച് പരീക്ഷണം ഉണ്ടാവും. ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും തൊഴിൽ സ്ഥലത്ത് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, വർക്ക് ലോഡ് കൂടുക, നിങ്ങൾക്ക് ഈ വർക്കും കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത. ഇനി വർക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കുന്ന സംഭവമായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക. സോ എന്ത് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് പരീക്ഷണ കാലഘട്ടമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്കറിയാം പരീക്ഷണ ഗ്രഹമാണ്. സോ ഈ പരീക്ഷണ ഗ്രഹം എന്താണ്, പരീക്ഷണ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ നൽകുന്ന സാധനം. അപ്പം നമ്മൾ ചിന്തിക്കണ്ടേ, നമുക്കിത് പരീക്ഷണ കാലമാണ് എന്ന് മനസ്സിലാക്കുക, ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എന്ത് സംഭവിക്കും, ഓക്കെ ഇതൊക്കെ പരീക്ഷണമാണെന്നുള്ള ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, അയ്യോ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, ഭയങ്കരമായിട്ട് ചിന്തകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പലർക്കും തോന്നുന്ന കാര്യമാണ്, നമുക്കൊരു ബിസിനസ് ചെയ്താലോ, ഞാൻ ഈ ജോലി ഒന്ന് മാറ്റി ബിസിനസ് ചെയ്താലോ എന്ന് ചിന്തിക്കാൻ. അങ്ങനെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് മേഖലയുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞു തരാൻ സാധിക്കുന്ന ഉറപ്പുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക, ഇരുന്ന് സംസാരിച്ച് ഇന്ന് കൺസൾട്ടേഷൻ ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞാൽ എടുത്തിയാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങൾ വരെ നമ്മൾ വ്യക്തമായി ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഐഡിയാസ് വരും. ഓക്കെ, മൈൻഡ് ഡിവേറ്റ് ആവാം. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പഠനം കഴിഞ്ഞ് അടുത്ത പഠനം ഞാൻ വിദേശത്ത് പോവാം, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യാം, പെട്ടെന്ന് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം, മുതിർന്ന ഒരാളോട് അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്ന ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ട്, അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തി മാത്രം മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയാം. അതുപോലെ ജോബ് റിലേറ്റഡ്, തൊഴിൽ മേഖല റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രഷർ, അതുപോലെ സ്ട്രെസ്, അതുപോലെ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. സോ ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ തവണയാണ് നിങ്ങൾക്ക് ഏഴരശനി വരുന്നത് കണക്കെടുക്കുക. അതായത് 30 വയസ്സിന് മുകളിലുള്ളവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ്, രണ്ടാമത്തെ വട്ടമായിരിക്കും ഏഴരശനി എന്ന് പറയുന്നത്. സോ ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെലവുകൾ ഉണ്ടാക്കി തരുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാൻ സാധിക്കും, വാഹനം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം മാറ്റിയെടുക്കാൻ സാധിക്കും, വിവാഹം നടത്താൻ ശ്രമിക്കുന്നവർക്ക് വിവാഹം, ടൂറ് ഇതൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ കുറെ യാത്രകളൊക്കെ നമുക്ക് വരാനൊക്കെ ഉള്ള ചാൻസും ഉണ്ടാവും. അതുപോലെ തന്നെ പ്രണയങ്ങൾക്കിടയിലായാലും ചില സിറ്റുവേഷൻസ് കാരണം പിരിയേണ്ട അവസ്ഥകളൊക്കെ വരാം. സോ അതുപോലെ തന്നെ ആ പിരിയേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒത്തിരി ആർഗ്യൂ ചെയ്യാതെ മുന്നോട്ട് പോകാതെ ദേഷ്യപ്പെടാതെ ഒക്കെ മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആർഗ്യൂ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര വെച്ചാൽ 1-2 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട വരക്കാണെങ്കിൽ നമ്മൾ കാരണം 1-2-3 വർഷത്തിലേക്ക് നീട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജന്മത്തെ പിന്നെ ചേരാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് പോകേണ്ട അവസ്ഥയില്ലല്ലോ. സോ എന്ത് ചെയ്യാം, ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വരും. എന്നുവെച്ചാൽ നമുക്ക് പണം സമ്പാദിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരും ശനീശ്വരൻ എന്ന് പറയുന്നത്. സോ ഈ ടൈം നമ്മൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത്തെ റൗണ്ടാണ് നിങ്ങൾക്ക് ഏഴരശനി വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ടൈം യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പേടിച്ചളവ് സങ്കടപ്പെട്ടൊന്നും നിൽക്കാതെ ഈ ടൈം നിങ്ങൾ മനസ്സിൽ ചെലവുണ്ടാവും. സോ അനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയാലേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താ ആ ചെലവുകൾ മൊത്തം നിങ്ങൾ കടം എടുത്ത് ലോൺ എടുത്തായിരിക്കും നടത്തേണ്ടത്. സോ അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ കടയം അധ്വാനിക്കാം. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നും, നമുക്ക് എന്തൊരു ശക്തി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളെ എന്ത് ചെയ്യുക, ഒന്ന് കൈ പിടിച്ച് ഉയർത്തുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ, നമ്മളെ ഇടയ്ക്കൊന്ന് താങ്ങുന്ന പോലെ നമുക്കൊന്ന് ഫീൽ കിട്ടും. സോ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ശക്തി ഉള്ള പോലെ നമുക്ക് എന്ത് ചെയ്യും, തോന്നും. അതുപോലെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 60 വയസ്സ് മുകളിലേക്കുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു 3-ാം തവണയൊക്കെ ആയിരിക്കും ഏഴരശനി വരുന്നതെന്ന് പറയുന്നത്. സോ ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ടൈമാണ്. അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ എനർജി ഭയങ്കര വീക്കായ പോലെ തോന്നും, നമുക്കൊരു ഡൾനെസ് തോന്നിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഇവിടെ പറഞ്ഞ നമ്മുടെ ആരോഗ്യകാര്യം ഭയങ്കരയും ജാഗ്രതയും ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന സമയമാണ്. നമ്മളൊരു കാര്യത്തെ നോക്കുമ്പോൾ, ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങാൻ നിൽക്കല്ലോ. ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ആളുകളെ വിശ്വസിക്കാൻ പറ്റിയ സമയമായിരിക്കും. ഒരാളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ടൈമല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവർ ചോദിക്കുക. അല്ലാതെ നമുക്കൊരു ആരെ വിശ്വാസം ഉണ്ടപ്പോൾ ഇവരായിട്ട് ചെയ്യാം എന്ന് വിചാരിക്കാതെ ആ ഫീൽഡുമായിട്ട് നല്ല എക്സ്പെർട്ടൈസ് ആയിട്ട്, നല്ല കൺസൾട്ടിങ് ഫീൽഡിൽ നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് കൺസൾട്ടേഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോവാം. അതുപോലെ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നിങ്ങൾ അതിന് മുമ്പേ ചിന്തിക്കുക, ആലോചിക്കുക, എന്നിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ചിന്തിച്ചിട്ട് മാത്രം പ്ലാൻ ചെയ്ത് നിൽക്കുക, അല്ലാതെ പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് എക്സിക്യൂഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തോളാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം, ആ ചിന്ത വേണ്ട. ആദ്യമേ ആലോചിക്കുക, അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻബിൽഡ് ആയിട്ട് നിങ്ങൾക്കുണ്ട്, മേടരാശിക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു മനോബലം, നിങ്ങളുടെ ധൈര്യം, നിങ്ങൾക്ക് തന്നെ ഒരു ആത്മബോധമൊക്കെ ഉള്ളവരാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ മെഡിറ്റേഷനോ പെയറൊക്കെ ചെയ്ത് മുന്നോട്ടൊക്കെ പോവുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫാസ്റ്റ് ഡിസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കും. ഈ സമയത്ത് പെട്ടെന്നുള്ള ചിന്തകൾ, അല്ലെ ഫാസ്റ്റ് ആയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ നോക്കും. അത് ചെയ്യാൻ പാടില്ല. സ്ലോലി നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വ്യക്തമായി ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മാത്രം ഓരോ തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഓക്കെ, ആ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യുക, ആ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നവരായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇഷ്ടമുള്ളവരുടെ മുഖം ഒന്ന് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മന്ത്രം, നമുക്ക് ഇഷ്ടമുള്ള കീർത്തനം, നമുക്ക് ഇഷ്ടമുള്ള നാമം നമ്മൾ എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക, റിപ്പീറ്റിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി ആ ദേഷ്യമൊക്കെ എന്ത് ചെയ്യും, കുറയും. അല്ലെ, നമ്മൾ നല്ല ദേഷ്യത്തിലായാലും നമ്മുടെ ആ ഇഷ്ടദേവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ദേഷ്യം ഇങ്ങനെ പയ്യെ ഒരു തണുത്ത കാറ്റായിട്ട് അങ്ങ് കുറയും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദേഷ്യം കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഹീറ്റ് ആയിരിക്കും, ഭയങ്കര ഹീറ്റ് ആയിരിക്കും. അല്ലെ, ദേഷ്യം കൂടി നിൽക്കും. അപ്പം ഇനി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നല്ല ദേഷ്യം നിൽക്കുവാണ്, നമുക്ക് എന്തൊക്കെയോ വിളിച്ചു പറയാനൊക്കെയുണ്ട്, പക്ഷെ നമ്മൾ ആ ഇഷ്ടദേവന്റെ മുഖം, അല്ലെ ഇഷ്ടദേവയുടെ മുഖം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു. അത് നമ്മളുടെ ആ ദേവന്റെ അല്ലെ ദേവിയുടെ എന്ത് ചെയ്യുക, നാമം നമ്മൾ മനസ്സിൽ ഉരുവിടുക. ആ ഉരുവിടുമ്പോൾ നമ്മുടെ ആ തലയൊക്കെ പയ്യെ തണുത്ത് നമുക്ക് എന്താണ്, ഒരു കുരുമ നമ്മൾക്ക് വരും. സോ ആ ദേഷ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങ് കുറഞ്ഞു വരും. ഓക്കെ, നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ആ ദേഷ്യം വരുന്ന നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈശ്വരനിലേക്ക് എത്തിക്കുക. അപ്പൊ ആ ദേഷ്യമൊക്കെ അങ്ങ് കുറഞ്ഞോളൂ കേട്ടോ. അതുപോലെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങണം, അന്നേരം നമുക്ക് തോന്നുകയാണ് നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറുക. നമ്മൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ആ പരിപാടിയിൽ നിന്ന് വേറെ പരിപാടിക്ക് പോവുക. അതായിരിക്കും നല്ലത്. നമ്മൾ എപ്പോഴും ഇമോഷണലി ഇംബാലൻസ് ആയിട്ട് തോന്നുന്നോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, മാറുക. അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. സോ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും പറഞ്ഞത്, നിങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത്, അല്ലെ. ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു. അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും, ചിലവര് ഹാപ്പി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് ഇനി ഇങ്ങനെയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമന്റ് ചെയ്യും കേട്ടോ, നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ. അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. നമുക്ക് ജാതകത്തിൽ ജാതകത്തിൽ നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത്, ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക്, ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും. അത് അപ്പൊ എങ്ങനെ എത്തുമെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, സൽചിന്തകൾ ചെയ്യുക. ഓക്കെ, എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക. അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട, തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശനിപ്രീതിയൊക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി എത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്കിലും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരനെ എന്ത് ചെയ്യുക, കുറ്റം പറയാതിരിക്കുക. ശനീശ്വരനെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും, ഈശ്വരൻ തരും, അല്ലെ, അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും, പ്രദാനം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ ആയാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാട്സപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയിൽ തന്നെ ഒരു പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ്. ആ പോളിന് ഇച്ചിരി വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ കൂടി അങ്ങ് നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ പോൾ വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക, വെബിനാർ ഉണ്ടാവുക. മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും. നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർ അറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും. പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്ത് അതിലൂടെ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് പോൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു, അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം. കാരണം എന്താണ്, അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം, ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ്. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയിക്കും. വാട്സപ്പിലാണെങ്കിൽ എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ, എൻ്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ ജസ്റ്റ് ദേവാനന്ദനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാലോ, ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ്. സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും. അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ച ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ. നമ്മൾ ഞായറാഴ്ച ദിവസമാണ്. സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം. ഇപ്പം ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയല്ലേ ഉള്ളൂ. സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാലോ അനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത്. സോ അതുകൊണ്ടാണ് ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം. പവേഴ്സ് ക്ലബ്ബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ജോയിൻ ചെയ്താണ് കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല. ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് വാട്സപ്പ് ആണ്. സോ അതുകൊണ്ടാണ്, കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൻ്റെ ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാൻ എന്താണ് നോക്കുകയാണ്. സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓഫീസിൽ ആൾ സ്റ്റാഫ് ആയാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടെ, നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്തൊക്കെ പ്രതിസന്ധി ഒന്നും നമുക്ക് നേരിടാൻ പറ്റാത്ത, നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ചിന്താഗതിയാ. സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ.